സാർ പ്രൊഡ്യൂസറോടാണ്. സാർ ഈ പടം കണ്ട് ഒരുപാട് പ്രാവശ്യം കണ്ടവരാണ് ഈ ന്യൂഷ ബാച്ചിലർ സ്റ്റുഡൻസ്. അവർക്ക് കൊടുക്കാനായിട്ട് സാറിന്റെ വക എന്തെങ്കിലും ഉപദേശം, സന്ദേശം? ഈ ചിത്രം ഒരുപാട് പ്രാവശ്യം കണ്ടതിന് ആദ്യം ന്യൂഷ ബാച്ചിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഫുൾ ടൈം ബാച്ചിലും കാണാറുള്ളവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മറ്റൊരു പരാതി വന്നിട്ടുള്ളത്, നിങ്ങൾ തന്നെ ഈ പടം വീണ്ടും വീണ്ടും കാണുന്നത് കൊണ്ട് കാണാത്തവർക്ക് കാണാനുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു പരാതി കേരളത്തിൽ മൊത്തം വന്നിട്ടുണ്ട്. എന്തായാലും ഇത് കേരളീയ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ഒരു ചിത്രമല്ലേ? അല്ല, കേരളീയ സംസ്കാരത്തിന് യോജിക്കാത്ത ചിത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അല്ല, അങ്ങനെ പലരും പറയുന്നുണ്ട്. അല്ല, അവര് അത് പരദോഷകരും മറ്റു നമ്മൾ വിരോധികളൊക്കെ ഒരുപാട് പറയും. ഇത് കേരളീയ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. യാതൊരു നിവൃത്തിയില്ലാത്ത കൂലിപ്പണിക്കുന്ന ഉമേശൻ ഇന്ന് 3 മാനേജേഴ്സാണ്. അത് ഈ പടത്തിന്റെ വിജയമാണ്, ഉമേശന്റെ വിജയമാണ്, ഈ കൂട്ടായ്മയുടെ വിജയമാണ് ഞാൻ പറയുന്നത്. ആ തെങ്ങിന്റെ പോലെ മുകളിൽ നിന്നുള്ളൊരു ഷോട്ടില്ലേ, ഈ പെണ്ണ് മറപ്പുരയിൽ നിന്ന് കുളിക്കുന്നത്, ആർട്ടിസ്റ്റിന്റെ മുഖം മനസ്സിലായില്ല, അത് ഇവരായിരുന്നു. അത് ശരിക്കും സതി അല്ലായിരുന്നു. അത് അതെ, എന്റെ അടുത്ത് ക്യാമറ പറഞ്ഞ സതിയുടെ ഷോട്ട് എടുക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഞാൻ കശുമാന്റെ മുകളിൽ കയറിയതാണ്. അപ്പൊ കശുമാന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു ഷോട്ട് എടുക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത് വേറൊരു പെൺകുട്ടി നിന്ന് കുളിക്കുന്നത് കണ്ടത്. അപ്പൊ ഏതായാലും മുകളിൽ കയറിയതല്ലേ, അതുകൂടി ഒപ്പിയെടുത്തേക്കാം എന്ന് കരുതി. ഓഹോ, പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ആ ഷോട്ട് വളരെ ഭംഗിയായിട്ട് ചിത്രത്തിൽ ഒട്ടിച്ചു ചേർത്ത സംവിധായകനാണ് ആ കൈയ്യടി കൊടുക്കുന്നത്. ഈ സിനിമയുടെ ഈ ടോട്ടാലിറ്റിയെ തന്നെ മാറ്റിമറിച്ചൊരു. അതെ, ഇതുപോലൊരു ബന്ധം ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഒരല്പം പ്രായമുള്ള സ്ത്രീയും വേറെ ചെറിയ പയ്യനുമായിട്ടുള്ള ഈ പ്രേമബന്ധം എന്ന് പറയുന്നത് ശരിക്കും യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമല്ല. ഒരിക്കലുമല്ല. കാരണം ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ പയ്യനെ കാണുന്നത് എന്റെ ഒരു അനിയനായിട്ടാണ്. പക്ഷെ ഈ അനിയൻ എന്നെ കാണുന്ന ഒരു പ്രണയമാണ്, പ്രേമത്തോടെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് വാത്സല്യമാണ്, സ്നേഹമാണ് കുട്ടിയോട്. ശരിക്കും പറഞ്ഞാൽ യുവതലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചിത്രമല്ലായിരുന്നു ഇത്. ഒരിക്കലുമില്ല. യുവതലമുറയായാലും ഇതിന് താഴെയുള്ള തലമുറയായാലും ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിലും ഒരുപാട് ബോധവൽക്കരണം നടത്തുന്ന പരിപാടികൾ ഈ സിനിമയിലൂടെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പണ്ട് മറന്നുപോയ കുറേ കാര്യങ്ങൾ, നെല്ല് കുത്താനായിട്ട് നമ്മൾ ഒലക്ക ഉപയോഗിക്കും. ഇപ്പോൾ ഒലക്ക ആരെങ്കിലും കണ്ടോ, ഒലക്കൊക്കെ അടിക്കുന്നു എന്നൊക്കെ പറയണതല്ലാതെ 2 ഒലക്ക വെച്ച് കുത്തുന്ന രംഗങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ മാവരയ്ക്കാൻ നമ്മൾ ഗ്രൈൻഡറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പഴയകാലത്തെ ആട്ടുകല്ല് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കുളത്തിൽ കുളിക്കുന്നു, ഇങ്ങനെ പല പല സംഭവങ്ങളാണ് കണ്ടു. പിന്നെ ഈ പടവിൽ കുളിക്കുന്ന അല്ലെങ്കിൽ കടവിൽ കുളിക്കുന്ന സ്ത്രീകളെ ഒളിഞ്ഞിട്ട് നോക്കാൻ പോകുമ്പോൾ പിള്ളേരുണ്ട്. അവരെ സ്ത്രീകൾ എങ്ങനെ ശാസിക്കുന്നു, അവരെങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന സീനുകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് അത്രയും ബോധവൽക്കരണമായിട്ടുള്ള പരിപാടികളും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് കാണാതെ മറ്റു ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല. സ്ത്രീകൾ കൊടുക്കുന്നതിൽ എന്താ കാര്യം? അല്ല, ഞാൻ വെറുതെ ചേച്ചിനെ കാണാനായിട്ട്. അപ്പൊ ഉണ്ട് ഇങ്ങനെ ചേച്ചി എന്താ ഇങ്ങനെ? ഇനി ഇങ്ങനെ അങ്ങ് കണ്ടു കഴിഞ്ഞാൽ അതോടെ അപ്പുള്ള കൂട്ടിയാൻ പറ്റൂട്ടോ. ചെമ്മാടിപ്പറ്റ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. സാർ, ഈ പടത്തിന്റെ ഭയങ്കരമായ വിജയം, കോടികൾ സാർ ലാഭമുണ്ടാക്കി. ഇനി എന്താണ് സാർ സാറിന്റെ അടുത്ത പ്രൊജക്ട്? എന്നാണ് അടുത്ത പ്രോജക്റ്റ്? ഇതിന്റെ തന്നെ 4ാം ഭാഗം നമ്മൾ പിടിക്കാം. ഇതിന്റെ 4ാം ഭാഗം? ഇതിന്റെ 4ാം ഭാഗം ഗതി നിർവേദം. ഇതിന്റെ ഗതി എന്ത്? ഓക്കെ, 2 ലൈനിൽ എന്റെ കഥ തീരുന്നു. ഇപ്പൊ നമ്മളുടെ ഈ മതിനിർവേദത്തിൽ നമുക്ക് അപ്പുവിന് മതിച്ചേച്ചിയോട് തോന്നുന്ന ഒരു ഇഷ്ടം, തിരിച്ച് ഒരു ഇഷ്ടക്കേട്. പക്ഷെ നമ്മുടെ 4ാം ഭാഗത്തിലേക്ക് വരുമ്പോ മതിച്ചേച്ചിക്കാണ് അപ്പുവിനോട് ഇഷ്ടം. പക്ഷെ അപ്പു കുട്ടിയാണ്, അപ്പുവിന് അത്തരത്തിലുള്ള വികാരമില്ല, അപ്പൊ ഇഷ്ടക്കേടാണ്. അപ്പൊ വളരെ വ്യത്യസ്തമായ, വളരെ അതും 2 ലൈനിൽ തന്നെ കഥ തീരുകയാണ്. അതും 2 ലൈനിൽ കഥ തീരുകയാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ഇങ്ങോട്ടൊരു ലൈനും ഈ പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ടൊരു ലൈനും. എന്തിനാണ് ഈ കഥയിലൂടെ ഒരു യൗവനം തിരിച്ചു കിട്ടുക, ഒരു പഴയ കാല ഓർമ്മ വരിക എന്ന് പറയുന്നത് ലോക സത്യം. സാർ വെറൈറ്റി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ പടത്തിന്റെ ക്ലൈമാക്സിൽ ഈ നായികയെ സർപ്പക്കാവിൽ വെച്ച് സർപ്പം കടിച്ച് കൊല്ലുകയാണ്. അതെ, അങ്ങനെ മരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് സാർ വെറൈറ്റി ചെയ്യാൻ? തുടക്കം എന്ന് പറയുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് നമ്മൾ ഇറക്കുന്നു.
ഓക്കെ 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 സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പടം ഇപ്പം നമ്മളെല്ലാവരും ഒരുപാട് ആസ്വദിച്ച പടമാണല്ലേ? അപ്പൊ അതുപോലെ തന്നെ ലൊക്കേഷനിൽ ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും രസകരമായ സംഭവങ്ങളൊക്കെ നടന്നു കാണും ഇല്ല സാറേ? ഒത്തിരി അത്രയും ഒരു രസകരമായ ഒരു അനുഭവം ഈ ന്യൂൺഷോ ബാച്ചുമായിട്ടൊന്ന് പങ്കുവെക്കാൻ. അതായത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം പറയാൻ പറ്റൂല. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാം. ഞങ്ങൾ ഓരോ ഷോട്ട്സും ഓരോ സീനിലും ഓരോ ഷോട്ട്സും ഞങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചില സമയങ്ങളിൽ ഞങ്ങൾ ഷോട്ട് വെക്കുമ്പോൾ തർക്കത്തിൽ വരും. അപ്പൊ ക്യാമറ നമുക്ക് അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരിക്കൽ ഉമേശൻ പാടത്തൂടി സൈക്കിളിൽ വരുന്ന ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് ആ സോങ്ങില്. അപ്പൊ സിനോജ് എന്നോട് പറഞ്ഞു നമുക്ക് ക്യാമറയുമായിട്ട് അപ്പുറത്ത്, ഞാൻ പറഞ്ഞു ക്യാമറയുമായിട്ട് നമുക്ക് ഇപ്പുറത്ത് നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ തർക്കം ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ അവിടെ നിൽക്കൂല. അല്ല സാർ, ഞാനൊരു വാർത്ത കേട്ടു, ഇത് ഈ പടം തന്നെ മറ്റു ഭാഷകളിലേക്ക് എടുക്കാൻ പോകുന്ന എല്ലാ ഭാഷകളിലേക്കും ഞങ്ങളിത് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ ഭാഷകൾ മാത്രമാണോ അതോ പുറത്തുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ തെലുങ്ക്, തമിഴ്, ഒറിയ, നേപ്പാൾ, ഹിന്ദി, അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും നിങ്ങൾ ഇത് തന്നെ. അല്ല സാർ, ഇപ്പൊ മലയാളത്തിൽ ഇതിന്റെ പേര് മതിനിർവേദം എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ തമിഴിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും പേര്? അത് പുടിച്ച വിടമാട്ടെ. പുടിച്ച വിടമാട്ടെ. ഓ, ഭയങ്കര പേരാണ് തമിഴിലേക്ക്. പിന്നെ അത് തന്നെ തെലുങ്കിലാകുമ്പോ ലേലു മതി നിർവേദിലു. ഓ ശരി ശരി, ലേലു. പിന്നെ നമ്മൾ ഹിന്ദി എന്താണ് സാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഹം തും ഏക് സർപ്പക്കാവ് ബന്ധു. സർപ്പക്കാവ് ബന്ധു, അത് വളരെ വെറൈറ്റി ആണ്. ഈ സർപ്പക്കാവ് തന്നെ അങ്ങനെ ഞങ്ങളുടെ പടത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സർപ്പക്കാവ് തന്നെയായിരുന്നു. സർപ്പക്കാവിലാണ് വളരെ പ്രധാനപ്പെട്ട. പിന്നെ ഏറ്റവും വലിയ പ്രതേകമാണെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോഴാണ് പുറത്തു വിടുന്നത് തന്നെ. അതിലെ നായിക സതി തന്നെയാണ്. അപ്പൊ ആ പടത്തിൽ വളരെ നിർണായകമായ ഒരു രംഗമാണ് സർപ്പക്കാവിലെ എന്നാണ് സാർ പറയുന്നത്. ഏതായാലും ആ സർപ്പക്കാവിലെ രംഗം നമുക്ക് ഒന്ന് കാണാല്ലേ? അപ്പു, നമ്മൾ തെറ്റ് ചെയ്തു അപ്പു. ഒരിക്കലും ആരും ചെയ്യാൻ പറ്റാത്ത നമ്മൾ ചെയ്തത്. എല്ലാം നഷ്ടപ്പെട്ടവളായിട്ട് ഞാനിനി അദ്ദേഹത്തിൻ്റെ അടുത്ത് എങ്ങനെ പോകും? എനിക്ക് അദ്ദേഹത്തെ ചതിക്കാൻ പറ്റില്ലപ്പൂ. എനിക്ക് ചതിക്കാൻ പറ്റില്ലപ്പൂ. അപ്പോ എന്തോ ഒരു കളി കളിച്ചപ്പോ അപ്പൊ പോയിക്കോ സാർ, അപ്പൊ പോയിക്കോ. അപ്പോ ഞാൻ അമ്മയെ വിളിച്ചിട്ട് വേണ്ട, ആരെങ്കിലും വന്ന് എല്ലാവരും അറിയും. അപ്പൊ പോയിക്കോ, നല്ല കുട്ടിയല്ലേ. അപ്പൊ പോയിക്കോ പോയിക്കോ അപ്പൊ പോയിക്കോ, ആരും വേണ്ട. പോയിക്കോ അപ്പൊ പോയിക്കോ. അടിപൊളിയായിരുന്നല്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രംഗത്തിൽ എല്ലാവരും അവർ രണ്ടുപേരും ശരിക്കും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു അല്ലേ? എല്ലാവരും ആ രംഗം കണ്ട് ശരിക്കും അതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു പോയി. അത് സാർ ഈ പടം തന്നെ വേറെ ഭാഷകളിലേക്ക് എടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. മറാഠി, തമിഴ്, ഹിന്ദി അങ്ങനെയുള്ള ഭാഷകളാണ് സാർ പറഞ്ഞത്. കാര്യം ചോദിച്ചോട്ടെ, മലയാളം മാത്രം പറയാൻ അറിയാവുന്ന ഈ നടിയും ഈ നടനും പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നാൽ എങ്ങനെ അന്യഭാഷാ ചിത്രം എടുക്കും? അതായത് ഇവിടെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്ക് ശരിക്കും ഭാഷയുടെ ആവശ്യം തന്നെ വേണ്ട, ഭാഷ വേണ്ട. ഇവിടെ കണ്ടന്റിനാണ് പ്രധാനം. കണ്ടന്റ് അതായിരിക്കും നമ്മളെ മുൻതൂക്കം കൊടുക്കുന്നത്. ഓഹോ, അപ്പൊ ഇതുപോലെ ഒരു നടനും ഒരു നടിയും ഉണ്ടെങ്കിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും ഇങ്ങനെ പിന്നെ ഞങ്ങളുടെ ടൈം ഓവർ ആയിരിക്കുകയാണ്. എന്നാ ക്ലാസ് തുടങ്ങാറായോ? ക്ലാസ് തുടങ്ങാനല്ല, ന്യൂൺസ് തുടങ്ങാൻ ടൈമായി. ഈ പടം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടല്ലേ? ഈ ചിത്രം ഞങ്ങൾ ഒരുപാട് തവണ കണ്ടാണെങ്കിലും ഞങ്ങൾക്ക് ചെറിയൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പോയിരുന്നേ. അതെ, ആരാ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് പ്രതിസന്ധിയാണെന്ന്? ഇതിപ്പോ വേൾഡ് കപ്പ് വരുന്ന പോലെയാണ്. ഓരോ 4 വർഷം കൂടുമ്പോഴും മലയാള സിനിമയിൽ ഇത്തരം ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കുണ്ടാകാറുണ്ട്. ഒരു കാര്യം ഉറപ്പ്, കുറച്ച് കാലത്തേക്ക് ഇനി മലയാള സിനിമയിൽ ഇത്തരം ചിത്രങ്ങളുടെ പ്രവാഹമായിരിക്കും. സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ സ്റ്റാൻഡേർഡ് ആണെന്നും പറഞ്ഞ് എന്ത് വൃത്തികേട് കാണിച്ചാലും അത് കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ളവരും ഇല്ലാത്തവരും ഇരച്ചു കയറും. അതാണ് ഇപ്പൊ മലയാളികളുടെ ഒരു സ്റ്റാൻഡേർഡ്.